ആലപ്പുഴയുടെ ഒരു പുതുചരിത്രം അങ്ങനെയായിരിക്കും. പക്ഷെ മാവേലിക്കരയിൽ ഇനിയിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനല്ലാണ്ട് വേറെ ആരും നോക്കേണ്ട കാര്യമില്ലായിരിക്കുമല്ലോ. എന്നിപ്പോൾ നമ്മൾ പറയും. പക്ഷെ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷിന് ഇത്തവണ മത്സരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നാണ്. പക്ഷെ കൊടിക്കുന്നിലും മത്സരിക്കും, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പുള്ളിയെ കാണാൻ പോയപ്പോൾ തന്നെ പറഞ്ഞു, പക്ഷേ വേറെ സ്ഥാനാർത്ഥി ഇല്ലല്ലോ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ കൊടിക്കുന്നിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലൊക്കെ വരാൻ താല്പര്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ KPC പ്രസിഡന്റ് ആവുക പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ കൊടിക്കുന്നിൽ തന്നെ ആയിരിക്കും ഇത്തവണയും മാവേലിക്കരയിൽ ഇറങ്ങുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം കഴിഞ്ഞ തവണ ഈ UDF തരംഗം ഉണ്ടായപ്പോൾ പോലും വലിയ ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത മണ്ഡലമാണ് മാവേലിക്കര എന്ന് പറയാം. 50,000-ന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഇടുക്കിയുടെ കാര്യമോ കോട്ടയത്തിന്റെ കാര്യമോ ഒക്കെ പറഞ്ഞത് മാതിരിയുള്ള ഒമ്പിച്ച ഭൂരിപക്ഷം കഴിഞ്ഞ അവിടെ ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ ഫൈറ്റിംഗ് ചാൻസ് ഉള്ള സീറ്റാണ് മാവേലിക്കര. അല്ല, ഈ മാവേലിക്കരയുടെ ഒരു പുതുചരിത്രം ആ രീതിയിലുള്ള സ്വഭാവമാണ് കാണിക്കുന്നത്. അല്ല, ഇപ്പം മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാവേലിക്കര തുടർച്ചയായിട്ട് കൊടിക്കുന്നിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. ഇപ്പോൾ 2009 എടുത്താൽ, 2014 എടുത്താൽ, 2019 എടുത്താൽ അതിനിടയിൽ മന്ത്രിയായും ചെയ്തു. അതെ, കേന്ദ്രമന്ത്രിയാവും ചെയ്തു. പിന്നെ അതിന് മുമ്പുള്ള മാവേലിക്കരയാണോ അതിന് മുമ്പുള്ള അടൂരിനെയാണോ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് എന്നുള്ളതിനകത്ത് കൺഫ്യൂഷനുണ്ട് നമുക്ക്. എന്തായാലും ഇപ്പോൾ LDF-നെ സംബന്ധിച്ച് CPI-യുടെ സീറ്റാണ്. CPI ഇത്തവണ ജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന സീറ്റുകളിൽ ഒന്ന് മാവേലിക്കരയാണ്. കാരണം അവർക്ക് തിരുവനന്തപുരത്തോ വയനാട്ടിലോ പ്രതീക്ഷയില്ല. പിന്നെ ബാക്കിയുള്ള തൃശ്ശൂർ മാവേലിക്കര സീറ്റുകളിൽ തൃശ്ശൂർ മാവേലിക്കരയും ജയിക്കാമെന്നാണ് CPI പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള രാഷ്ട്രീയ പ്രാധാന്യം മാവേലിക്കരയ്ക്കുണ്ട്. പിന്നെ കൊടിക്കുന്നിൽ അല്ലാതെ ഒരു ഓപ്ഷനിലേക്ക് കോൺഗ്രസ് പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാ സിറ്റിംഗ് MP-മാരും മത്സരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അല്ല, നിലവിൽ കൊടിക്കുന്നിലിനെ ബീറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി CPI-ക്ക് ആ മണ്ഡലത്തിലുണ്ടോ? അല്ലേ, ഇപ്പോൾ അവരുടെ ഒരു യുവ നേതാവ് CA അരുൺകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു യുവ നേതാവുണ്ട്. കോൺഗ്രസും ചില യുവ നേതാക്കളുടെയൊക്കെ പേരുകൾ താഴെത്തട്ടിൽ നിന്ന് ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊന്നും മുകളിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത്തവണ ഇപ്പോൾ നമുക്കറിയാം ചിറ്റയം ഗോപകുമാർ, ചെങ്കറ സുരേന്ദ്രനൊക്കെയാണ് മുൻകാലങ്ങളിൽ മത്സരിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്ഥിരം പടക്കുതിരകളല്ലാതെ CPI എന്തായാലും ഒരു മാറ്റിപ്പരീക്ഷണത്തിനാണ്, യുവരക്തത്തിലൂടെ ഒരു മാറ്റിപ്പരീക്ഷണത്തിനാണ് ഒരുങ്ങുന്നത്. നിയമസഭയിലൊക്കെ ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്ന് വിജയം കണ്ടിട്ടുള്ള ഈ പുതുമുഖ പരീക്ഷണം ഇത്തവണ നമ്മൾ എന്തായാലും കാണേണ്ടി വരും. മാവേലിക്കരയിൽ അരുൺകുമാറിന് തന്നെയാണ് സാധ്യത. അവിടുത്തെ ഈ പറഞ്ഞ വർത്തമാനങ്ങളിലൊക്കെ അരുണിന്റെ പേരാണ് CPM-നും സ്വീകാര്യനാണ്. അപ്പോൾ ഒരു യുവ തുർക്കിയുമായി അല്ലെങ്കിൽ ഒരു യുവ നേതാവുമായി കൊടുക്കുന്ന എന്റെ കാര്യം പറയുകയാണെങ്കിൽ BDJS കണ്ണുള്ളൊരു സീറ്റാണെന്ന് തോന്നുന്നല്ലേ? BDJS മത്സരിച്ചിട്ടുണ്ട്. അവിടെ തഴവ സഹദേവൻ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ BJP-യുടെ സ്ഥാനാർത്ഥിയും മത്സരിച്ചിട്ടുണ്ട്. സുധീർ പഴയ യുവമോർച്ചയുടെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ BJP ആണോ BDJS ആവുമോ എന്ന് ചോദിച്ചാൽ BJP-ക്കാണ് കൂടുതൽ സാധ്യത. മറ്റ് മണ്ഡലങ്ങളുടെ കൂടെ സീറ്റ് നിർണ്ണയം അനുസരിച്ചിരിക്കും അത്. മാവേലിക്കര പക്ഷേ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഇപ്പം BJP മത്സരിച്ചാലും BDJS മത്സരിച്ചാലും അങ്ങനെ ഒരു വലിയ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം BJP-ക്ക് NDA-ക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന മണ്ഡലം അല്ല അവിടെ. എനിക്ക് ഇത്തവണത്തെ കൗതുകത്തോടു കൂടി നോക്കാൻ താല്പര്യമുള്ളൊരു കാര്യം, ഒരു യുവ നേതാവിന് കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള എന്താ പറയുക ഒരു സ്റ്റാൾ വാട്ടിനെ അപ്സെറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് മാത്രം. അതായത് മാവേലിക്കരയിൽ ഇത്തവണ കൊടിക്കുന്നിലിനെ മറച്ചിടുവാണെങ്കിൽ അതൊരു പുതുചരിത്രത്തിന്റെ പിറവിയായിരിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ആന്റി ഇൻകംബൻസി എന്ന് പറയില്ലേ, ഒരു മണ്ഡലത്തിൽ ഒരാൾ കുറേ കാലം എന്നൊരു പ്രശ്നം കൊടിക്കുന്നിൽ അവിടെ നേരിടുന്നുണ്ട്. കൊടിക്കുന്നിലിന് ആ മണ്ഡലത്തിൽ 2 MP ഓഫീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് കൊട്ടാരക്കര ഭാഗത്തും ഒന്ന് ചങ്ങനാശ്ശേരി ഭാഗത്തും. കാരണം മണ്ഡലത്തിൽ നിന്ന് ഇല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് കാണാൻ വരാൻ ഒത്തിരി സമയം എടുക്കുമല്ലോ. വളരെ ആളുകളെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ, ആളുകളെ നന്നായിട്ട് ഇടപെടുന്ന കാര്യത്തിലൊക്കെ കൊടിക്കുന്നിൽ വളരെ ശ്രദ്ധാലുവാണ്. പക്ഷേ കൊടിക്കുന്നിലെ സംബന്ധിച്ച് തന്നെ ഞാനിനി കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമാകേണ്ട ആളല്ലേ എന്നുള്ള തോട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ഡലത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാ കാലത്തും ഒരേ MP മതിയോ, കുറച്ചുകൂടി എന്താ പറയുക ചുറുചുറുക്കുള്ള ഓടിച്ചാടി നിൽക്കുന്ന MP വേണ്ടേ എന്നുള്ള അഭിപ്രായമുണ്ട്. ഭയങ്കര രസമായിരിക്കും ഇത്തവണത്തെ മാവേലിക്കര എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ മണ്ഡലത്തെ തള്ളാനും പറ്റില്ല കൊള്ളാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് കൊടിക്കുന്നിൽ അല്ലേ? നമ്മൾ വേറൊരു പഴഞ്ചൊല്ല് പറഞ്ഞാൽ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകണം, KPCC പ്രസിഡന്റ് ആവണം, സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ റോൾ ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത് കൊടിക്കുന്നിലിൻ്റെ വലിയ ആഗ്രഹമാണ്. എപ്പോഴും ഇങ്ങനെ ഡൽഹിയിൽ MP ആയിരിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ. ഇത് മാത്രമല്ല, ഇനിയൊരു UPA ഭരണം തുടങ്ങിയവയൊക്കെ വളരെ വിദൂരമായ പ്രതീക്ഷ മാത്രമാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ വളരെ റിയലിസ്റ്റിക് ആണല്ലോ. അപ്പോൾ കേരളത്തിൽ എന്നല്ലാതെ കേന്ദ്രത്തിലൊരു ഭരണം എന്നുള്ളത് അവർ സമീപകാലത്തൊന്നും സ്വപ്നം കാണുന്നില്ല. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന ആഗ്രഹം ഒരു വശത്ത്. രണ്ടാമത്തത് ഈ മണ്ഡലം കൈവിട്ട് പോവുക എന്ന് പറയുന്ന വേറൊരു പ്രശ്നമുണ്ട്. മണ്ഡലം ഇങ്ങനെ നർച്ചർ ചെയ്ത് കൊണ്ടുവന്നിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് കൈവിട്ട് പോവുക, അവിടെ വേറൊരാളെ നിർത്തിയാൽ ജയിക്കണമെന്നില്ല. ഇപ്പോൾ VP സജീന്ദ്രൻ്റെ പേരൊക്കെ പലയിടങ്ങളിലൊക്കെ കേട്ടെങ്കിലും വേറൊരാളെ നിർത്തിയാൽ ജയിക്കുമെന്ന കോൺഫിഡൻസ് കോൺഗ്രസിന് ഇല്ല എന്നാണ് കൊടിക്കുന്നിൽ പോലും വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം തീർച്ചയായിട്ടും മാവേലിക്കരയുടെ കാര്യത്തിലുണ്ട്. അപ്പോൾ LDF-നെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം എന്നൊരു പ്രതീതിയാണ്. പണ്ട് അടൂരായിരുന്ന സമയത്ത് ചെങ്കറ സുരേന്ദ്രൻ ജയിച്ചിട്ടുണ്ട് LDF ടിക്കറ്റിൽ, CPI ടിക്കറ്റിൽ. അപ്പോൾ അസാധ്യമായിട്ടുള്ള കാര്യമൊന്നും അല്ല ഒരു യുവരക്തം എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ പരിഗണിക്കുന്നത്. പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഉള്ള അവരുടെ ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ വളരെ ചുറുചുറുക്കോടുകൂടി ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു MP വേണം എന്നുള്ള താല്പര്യം ജനങ്ങൾക്കുണ്ടാകും. അപ്പോൾ കോൺഗ്രസിൻ്റെ റാങ്ക് ആൻഡ് ഫയലിൽ ഇപ്പോൾ ഈ
കൊടിക്കുന്നിലുമായി ബന്ധപ്പെട്ടും മാവേലിക്കരയുമായി ബന്ധപ്പെട്ടൊക്കെ സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. വേറൊരാൾ വരണം. പക്ഷേ അങ്ങനെ വളരെ കൃത്യമായിട്ട് വേറെ ആര് എന്നുള്ള ഒരു കാര്യം കോൺഗ്രസിന് മുമ്പിലില്ല. അതുകൊണ്ട് എന്തായാലും കൊടിക്കുന്നിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത. പക്ഷേ ഇലക്ഷനാണ്, നമുക്ക് വേണമെങ്കിൽ സംഭവിക്കാം, ആരും ചെയ്യില്ല. പിന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു 2020 ക്രിക്കറ്റ് മത്സരം പോലെയാണ്. ക്രിക്കറ്റിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ ഒരു മഹത്തായ അനിശ്ചിതാവസ്ഥയല്ലേ. ഇലക്ഷനും അങ്ങനെ ആവണമല്ലോ, അല്ലെങ്കിൽ വളരെ ഏകപക്ഷീയമായ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും മാവേലിക്കര ഫൈറ്റിംഗ് ചാൻസ് ഉള്ള ഒരു മണ്ഡലമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. CPIക്ക് കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക്, ലോക്സഭയിലേക്ക് ഒരു MP അയക്കാൻ കഴിയുന്നെന്ന് അവർ വിശ്വസിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും സമയമുണ്ടല്ലോ.